ഓൾ ഓഫ് യു ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിപ്പെൻഡൻസി തിയറി ഇൻ ഇൻ്റർനാഷണൽ റിലേഷൻസ്. ഡിപ്പെൻഡൻസി തിയറി ഈസ് എ മേജർ ക്രിട്ടിക്കൽ അപ്രോച്ച് ഇൻ ഇൻ്റർനാഷണൽ റിലേഷൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്. അപ്പോൾ IR ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രിട്ടിക്കൽ അപ്രോച്ചാണ് ഡിപ്പെൻഡൻസി തിയറി എന്ന് പറയുന്നത്. ഇറ്റ് എക്സ്പ്ലെയിൻസ് വൈ മെനി ഡെവലപ്പിംഗ് കൺട്രീസ് റിമൈൻ പുവർ വൈൽ ഡെവലപ്ഡ് കൺട്രീസ് ബിക്കം റിച്ചർ. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനാത്മക സമീപനമാണ് ഈ ഡിപ്പെൻഡൻസി തിയറി. വികസ്വര രാജ്യങ്ങൾ ദരിദ്രരായി തുടരുമ്പോൾ വികസിത രാജ്യങ്ങൾ സമ്പന്നരായി മാറുന്നു. അതെങ്ങനെ? അത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഈ തിയറി ചെയ്യുന്നത്. ദ തിയറി ആർഗ്യൂസ് ദാറ്റ് ദ ഗ്ലോബൽ എക്കണോമിക് സിസ്റ്റം ഈസ് സ്ട്രക്ചേർഡ് ഇൻ എ വേ ദാറ്റ് ബെനിഫിറ്റ്സ് ഡെവലപ്ഡ് കൺട്രീസിനെയാണ് ഇവിടെ കോറായിട്ട് പറയുന്നത്. ആൻഡ് കീപ്സ് ഡെവലപ്പിംഗ് കൺട്രീസിനെ ഇവിടെ പെരിഫറി ആയിട്ടും പറയുന്നു. ഡിപ്പെൻഡ് ഓൺ ദം, അതായത് വികസിത രാജ്യങ്ങളായിട്ടുള്ള. അപ്പോൾ ഈ ഡെവലപ്ഡ് കൺട്രീസിനെ നമ്മൾ കോർ എന്നാണ് ഉപയോഗിക്കുന്നത്. വികസിത രാജ്യത്തിന് പ്രയോജനം ലഭിക്കുന്ന തരത്തിലും അതുപോലെ വികസ്വര രാജ്യങ്ങൾ, അവരെ നമ്മൾ പെരിഫറി എന്ന് പറയും. അവർ ഈ വികസിത രാജ്യങ്ങൾ ആശ്രയിക്കുന്ന നിലനിർത്തുന്ന ഒരു തരത്തിലുള്ള സമീപനമായിട്ടാണ് നമ്മൾ ഈ ആഗോള സാമ്പത്തിക വ്യവസ്ഥ തന്നെ രൂപപ്പെട്ടു വരുന്നത്. അതായത് വികസിത രാജ്യങ്ങളെ വികസിത രാഷ്ട്രങ്ങൾ ആശ്രയിക്കണം, അങ്ങനെ ഒരു രീതിയിലാണ് നമ്മുടെ ഒരു ഗ്ലോബൽ പൊളിറ്റിക്സ് നിലനിൽക്കുന്നതെന്ന് ഈ സിദ്ധാന്തം പറയുന്നു. ഡിപ്പെൻഡൻസി തിയറി ബിക്കം ഇൻഫ്ലുവൻഷ്യൽ ഡ്യൂറിങ് ദ 1960s, 70s, എസ്പെഷ്യലി ഇൻ ലാറ്റിൻ അമേരിക്ക ആസ് എ റിയാക്ഷൻ എഗൻസ്റ്റ് മോഡേണൈസേഷൻ തിയറി. ഇപ്പോൾ മോഡേണൈസേഷൻ തിയറിക്ക് എതിരായിട്ട് അല്ലേ, ആധുനികവൽക്കരണ സിദ്ധാന്തത്തിനെതിരായ ഒരു പ്രതികരണം എന്ന നിലയിലാണ് ലാറ്റിൻ അമേരിക്കയിലെ 1960 ആൻഡ് 70 ഈ ഡിപ്പെൻഡൻസി തിയറി വരുന്നത്. മീനിങ് ഓഫ് ഡിപ്പെൻഡൻസി. ഡിപ്പെൻഡൻസി മീൻസ് എ സിറ്റുവേഷൻ where the economic development of some countries depends on the growth and expansion of others. ഒരു രാജ്യത്തെ സാമ്പത്തിക വികസനം മറ്റ് രാജ്യങ്ങളുടെ വളർച്ച അല്ലെങ്കിൽ അവരുടെ വികാസത്തേക്ക് ആശ്രയിക്കുന്ന ഒരു സാഹചര്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വികസിത രാജ്യങ്ങളുടെ സമ്പത്ത് വികസിത രാജ്യങ്ങൾ ചൂഷണം ചെയ്യുകയാണ്. അല്ലെങ്കിൽ ആ ചൂഷണത്തിലും ആ വികസിത അവസ്ഥയിലും അധിഷ്ഠിതമാണെന്നാണ് ഇവർ പറയുന്നത്. അതായത് നമ്മളൊരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനം എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങളുടെ വളർച്ചയും വികസനത്തെയും കൂടി ആശ്രയിച്ചിരിക്കും. According to dependency theories, the wealth of developed countries is built on the exploitation and underdevelopment of developing countries. So, the world economy creates unequal relationship between countries. Okay, അപ്പോൾ രാജ്യങ്ങൾക്കിടയിൽ ഒരു അൺഈക്വൽ റിലേഷൻഷിപ്പാണ് വേൾഡ് എക്കണോമി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. Dependency theory emerged due to the failure of modernization theory in explaining the development problems in the third world. അതായത് മൂന്നാം ലോകത്തിലെ വികസന പ്രശ്നങ്ങൾ വിശദീകരിക്കാനായിട്ടോ അല്ലെങ്കിൽ സോൾവ് ചെയ്യാനായിട്ടോ ആധുനികവൽക്കരണ സിദ്ധാന്തം ഫെയിലാകുന്നിടത്താണ് ഡിപ്പെൻഡൻസി തിയറി എമർജ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻറ്റ് ഹിസ്റ്റോറിക്കൽ ഇൻഫ്ലുവൻസസ്. ഒന്നാമത്തത് കൊളോണിയലിസം. യൂറോപ്യൻ പവേഴ്സ് എക്സ്പ്ലോയിറ്റഡ് കോളനീസ് ഫോർ റോ മെറ്റീരിയൽസ് ആൻഡ് ചീപ്പ് ലേബർ. അല്ലേ, അപ്പോൾ യൂറോപ്യൻ ശക്തികൾ അസംസ്കൃത വസ്തുക്കൾക്കും അതുപോലെ തന്നെ കുറഞ്ഞ വേതനമുള്ള തൊഴിലാളികൾക്കുമായി കോളനികളെ ചൂഷണം ചെയ്തു. കോളനീസ് വെയർ പ്രിവെൻറ്റഡ് ഫ്രം ഡെവലപ്പിംഗ് ദെയർ ഓൺ ഇൻഡസ്ട്രി. ഇതുപോലെ തന്നെ സ്വന്തം വ്യവസായങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ നിന്ന് ഈ കോളനികളെ തടയുകയും ചെയ്തു. പോസ്റ്റ് കൊളോണിയൽ എക്കണോമിക് സ്ട്രക്ചർ. ആഫ്റ്റർ ഇൻ്റർഡിപ്പെൻഡൻസ് മെനി കൺട്രീസ് റിമൈൻ എക്കണോമിക്കലി ഡിപ്പെൻഡൻറ്റ് ഓൺ ഫോമർ കൊളോണിയൽ പവേഴ്സ്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം മെനി കൺട്രീസ് പല രാജ്യങ്ങളും റിമൈൻഡ് എക്കണോമിക്കലി ഡിപ്പെൻഡൻറ്റ് ഓൺ ഫോമർ കൊളോണിയൽ പവേഴ്സ്. ഈ കൊളോണിയൽ പവേഴ്സിനെ പല രാജ്യങ്ങളും പിന്നീട് ആശ്രയിച്ചതായിട്ടും കാണുന്നുണ്ട്.
Latin American economic crisis, countries exporting raw materials faced falling prices and economic stability. ഡിപ്പെൻഡൻസി തിയറുമായിട്ട് ബന്ധപ്പെട്ട സ്കോളേഴ്സിൻ്റെ പേരാണ് റോൾ പ്രബീഷ്, അതുപോലെ തന്നെ ആൻഡ്രേ ഗുണ്ടർ ഫ്രാങ്ക്, സമീർ അമീൻ, ഫെർണാണ്ടോ ഹെൻറിക് കാട്സോ, ഇമ്മാനുവൽ വാലസ്റ്റീൻ. അപ്പോൾ ഈ പേരുകളൊന്ന് ഓർത്ത് വയ്ക്കുക. കോർ കൺസെപ്റ്റ്സ് ഓഫ് ഡിപ്പെൻഡൻസി തിയറി. കോർ പെരിഫറി സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ദ വേൾഡ് എക്കണോമി ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2 മെയിൻ ഗ്രൂപ്പ്സ്. അപ്പോൾ ലോകത്തുള്ള സമ്പത്ത്, ലോക സാമ്പത്തികം എന്ന് പറയുന്നത് 2 ഗ്രൂപ്പിലേക്കാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. കോർ എന്ന് പറയുന്നത് ഡെവലപ്ഡ് കൺട്രീസാണ്, USA, അതുപോലെ വെസ്റ്റേൺ യൂറോപ്പ്, ജപ്പാൻ തുടങ്ങിയ വെൽ ഡെവലപ്ഡ് കൺട്രീസിലേക്കാണ്, അവരെയാണ് കോർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്താണ് പെരിഫറി. അവർ ഡെവലപ്പിംഗ് കൺട്രീസാണ്, ഡെവലപ്പിംഗ് ആയിട്ട് വരുന്നതേ ഉള്ളൂ. ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, മെനി ഏഷ്യൻ കൺട്രീസ്. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വികസനമായിട്ടില്ല, വികസനത്തിൻ്റെ പാതയിലൂടെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് തരത്തിലുള്ള സ്ട്രക്ചറാണ് പറയുന്നത് കോർ, പെരിഫറി സ്ട്രക്ചർ. കോറിൽ ഡെവലപ്ഡ് കൺട്രീസ്, കുറച്ച് ഡെവലപ്ഡ് കൺട്രീസിൻ്റെ പേര് ഓർക്കുക. ദെൻ പെരിഫറി ഡെവലപ്പിംഗ് കൺട്രീസ്, അപ്പോൾ കുറച്ച് ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ പേര് ഓർത്ത് വയ്ക്കുക. ഈ കോർ കൺട്രീസും പെരിഫറി കൺട്രീസും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. കാരണം കോർ കൺട്രീസ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലൈസ്ഡ് ആണ്. ഈ പെരിഫറി എന്ന് പറയുന്നത് അവിടെ റോ മെറ്റീരിയൽസ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ കോർ കൺട്രീസിൽ അഡ്വാൻസ് ടെക്നോളജിയാണ്, പെരിഫറി കൺട്രീസിൽ ലോ ടെക്നോളജിയാണ്. കോർ കൺട്രീസിൽ ഹൈ ഇൻകമാണ്, പെരിഫറി കൺട്രീസിൽ ലോ ഇൻകമാണ്. കോർ കൺട്രീസിൽ കൺട്രോൾ ഗ്ലോബൽ ട്രേഡ്. ഓക്കെ, ഈ പെരിഫറി കൺട്രീസ് ഈ ഗ്ലോബൽ ട്രേഡിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അൺഈക്വൽ എക്സ്ചേഞ്ച്. ഡെവലപ്പിംഗ് കൺട്രീസ് എക്സ്പോർട്ട് ചീപ്പ് റോ മെറ്റീരിയൽസ് ബട്ട് ഇമ്പോർട്ട് എക്സ്പെൻസീവ് മാനുഫാക്ചേർഡ് ഗുഡ്സ്. ഓക്കെ, ഈ അൺഈക്വൽ എക്സ്ചേഞ്ച് ഒന്ന് നോക്കൂ. ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുന്നത് ഇറ്റ് എക്സ്പോർട്ട് ചീപ്പ് റോ മെറ്റീരിയൽസ് ബട്ട് ഇമ്പോർട്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള മാനുഫാക്ചർ ഗുഡ്സ്. അതായത് നമ്മൾ കയറ്റി അയക്കുമ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നത് വളരെ ചീപ്പ് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് ആയിരിക്കും. പക്ഷേ അവർക്ക് ഭയങ്കര വില കൊടുത്ത് വേണം ആ പ്രൊഡക്റ്റ്, അവരുടെ ആ മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര വില കൊടുക്കേണ്ടതായിട്ട് വരുന്നു. എക്സാമ്പിൾ, കോഫി എക്സ്പോർട്ടഡ് ചീപ്പ്ലി, മെഷീൻസ് ഇമ്പോർട്ട് അറ്റ് ഹൈ പ്രൈസസ്. ഓക്കെ, ദിസ് ലെഡ്സ് ടു കണ്ടിന്യൂസ് എക്കണോമിക് ലോസ് ഫോർ ഡെവലപ്പിംഗ് കൺട്രീസ്. അപ്പോൾ അവർക്ക് ഇറക്കുമതി എന്ന് പറയുന്നത് കൂടി വിലയിലും കയറ്റുമതി എന്ന് പറയുന്നവർക്ക് ചീപ്പ് ആയിട്ടാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ഡെവലപ്പിംഗ് കൺട്രീസിന് വലിയ എക്കണോമിക്കലി അവർക്ക് നേട്ടമൊന്നുമില്ല, എക്കണോമിക്ക് അവർക്ക് ലോസാണ് എപ്പോഴും. ഡെവലപ്മെൻറ്റ് ഓഫ് അണ്ടർ ഡെവലപ്മെൻറ്റ്. കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആൻഡ്രേ ഗുണ്ടർ ഫ്രാങ്ക്. എന്താണ് ഡെവലപ്മെൻറ്റ് ഓഫ് അണ്ടർ ഡെവലപ്മെൻറ്റ്? ഹി ആർഗ്യൂഡ് അണ്ടർ ഡെവലപ്മെൻറ്റ് ഈസ് നോട്ട് എ സ്റ്റേജ് ബിഫോർ ഡെവലപ്മെൻറ്റ്. ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ബൈ ഡെവലപ്ഡ് കൺട്രീസ്. അണ്ടർ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റേജ് ബിഫോർ ഡെവലപ്മെൻറ്റ്, ഡെവലപ്മെൻറ്റിന് മുന്നുള്ള ഒരു പ്രത്യേകതരം സ്റ്റേജ് ഒന്നുമല്ല. ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ബൈ ഡെവലപ്ഡ് കൺട്രീസ്. എക്സ്പ്ലോയിറ്റ് അവർ ചെയ്യുന്നതിലുള്ള ഒരു റിസൾട്ടായിട്ടാണ് ഈ അണ്ടർ ഡെവലപ്മെൻറ്റിനെ കണക്കാക്കുന്നത്. ദസ് ഡെവലപ്മെൻറ്റ് ഇൻ ദ കോർ പ്രൊഡ്യൂസേഴ്സ് അണ്ടർ ഡെവലപ്മെൻറ്റ് ഇൻ ദ പെരിഫറി. അപ്പോൾ ഈ ഡെവലപ്പ് ചെയ്ത ഇതേ കോർ രാജ്യങ്ങൾ തന്നെയാണ് ആരെ സൃഷ്ടിച്ചത്? ഈ പെരിഫറിയെ സൃഷ്ടിച്ചത്. സോ ദ ഡെവലപ്മെൻറ്റ് ഇൻ ദ കോർ പ്രൊഡ്യൂസേഴ്സ് അണ്ടർ ഡെവലപ്മെൻറ്റ് ഇൻ ദ പെരിഫറി. ദെൻ സാറ്റലൈറ്റ് മെട്രോപോളിസ് മോഡൽ. ഫ്രാങ്ക് explained dependency using this model. മെട്രോപോളിസ്, സാറ്റലൈറ്റ്. മെട്രോപോളിസ് എന്ന് പറയുമ്പോൾ ഡെവലപ്ഡ് കൺട്രീസാണ്. സാറ്റലൈറ്റ് എന്നുള്ളതുകൊണ്ട് ഡെവലപ്പിംഗ് കൺട്രീസാണ് ഉദ്ദേശിക്കുന്നത്. ഫ്ലോ ഓഫ് വെൽത്ത് എങ്ങനെയാണ്? സാറ്റലൈറ്റിൽ നിന്നാണ് മെട്രോപോളിസിലേക്ക് വെൽത്ത് പോകുന്നത്. കാരണം
റോ മെറ്റീരിയൽസ് സാറ്റലൈറ്റിൽ നിന്ന് മെട്രോപോളിസ് കളക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മെട്രോപോളിസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് സാറ്റലൈറ്റിൻ്റെ സാറ്റലൈറ്റ് സ്റ്റേറ്റ്സ് മുന്നോട്ട് പോകുന്നത്. സോ റിസോഴ്സസ് കണ്ടിന്യൂസ്ലി മൂവ് ഫ്രം പുവർ നേഷൻ ടു റിച്ച് നേഷൻസ്. അപ്പോൾ റോ മെറ്റീരിയൽസ് എപ്പോഴും ഈ സാറ്റലൈറ്റ്സ് പോലെയുള്ള ചെറിയ ഡെവലപ്പിംഗ് കൺട്രീസിൽ നിന്ന് മെട്രോപോളിസ് പോലെയുള്ള ഡെവലപ്ഡ് കൺട്രീസിലേക്കാണ് പോകുന്നത്. ദെൻ സ്ട്രക്ചറൽ ഡിപ്പെൻഡൻസ്. ഡെവലപ്പിംഗ് കൺട്രീസ് ഡിപ്പെൻഡ് ഓൺ ഡെവലപ്ഡ് കൺട്രീസ് ഫോർ എന്തിനൊക്കെയാണ് നമ്മൾ ഡെവലപ്ഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ടെക്നോളജി, ക്യാപിറ്റൽ, ഇൻവെസ്റ്റ്മെൻറ്റ്, മാർക്കറ്റ്സ്, മിലിറ്ററി സപ്പോർട്ട് എക്സെട്ര. ദീസ് ക്രിയേറ്റ് ലോങ് ടേം സ്ട്രക്ചറൽ ഡിപ്പെൻഡൻസ്. അല്ലേ, ഈ ടെക്നോളജി ആയാലും ക്യാപിറ്റൽ, ഇൻവെസ്റ്റ്മെൻറ്റ്, മാർക്കറ്റ്, മിലിറ്ററി സപ്പോർട്ടായാലും ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് മാത്രം നമുക്ക് പോരാം. അല്ലേ, ഇതൊരു കണ്ടിന്യൂവസ് ആയിട്ട് നമുക്ക് രാഷ്ട്രത്തെ ആശ്രയിക്കേണ്ടി വരും. അതായത് ഈ ഒരു രാജ്യം ഇൻഡിപെൻഡൻ്റ് ആവുന്നത് വരെ, അതായത് ഇതെല്ലാ നേട്ടങ്ങളും നേടി ഒരു ഇൻഡിപെൻഡൻ്റ് ആകുന്നത് വരെ നമുക്കിങ്ങനെ കോർ രാഷ്ട്രങ്ങളെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നു. നമുക്ക് എന്നത് ഉദ്ദേശിച്ചത് ഡെവലപ്പിംഗ് കൺട്രീസിനെയാണ് കേട്ടോ. ആറാമത്തത് റോൾ ഓഫ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻ. എന്തൊക്കെയാണ്? ഡിപ്പെൻഡൻസി തിയറിസ്റ്റ് ആർഗ്യൂസ് ദാറ്റ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് സ്ട്രെങ്തൻസ് ഡിപ്പെൻഡൻസി. അപ്പോൾ ഡിപ്പെൻഡൻസിയെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് മൾട്ടിനാഷണൽ കോർപ്പറേഷന് ഒരു നല്ല റോളാണ് ഉള്ളത്. എന്തൊക്കെയാണ് അതിൻ്റെ ഫങ്ഷൻസ്? കൺട്രോൾ നാച്ചുറൽ റിസോഴ്സിനെ കൺട്രോൾ ചെയ്യുക, എക്സ്ട്രാക്ട് പ്രോഫിറ്റ്സ് ഫ്രം ഡെവലപ്പിംഗ് കൺട്രീസിൽ നിന്നുള്ള പ്രോഫിറ്റ് എക്സ്ട്രാക്ട് ചെയ്യുക, ഇൻഫ്ലുവൻസ് പൊളിറ്റിക്കൽ ഡിസിഷൻസിനെ സ്വാധീനിക്കുക, പ്രിവെൻറ്റ് ലോക്കൽ ഇൻഡസ്ട്രിയൽ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുക. ദസ് ദേ മെയിൻറ്റെയിൻ എക്കണോമിക് ഡോമിനേഷൻ ഓഫ് ഡെവലപ്ഡ് കൺട്രീസ്. അപ്പോൾ ഈ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ മിക്കവാറും ഡെവലപ്ഡ് കൺട്രീസിലെ ഒരു എക്കണോമിക് ഡോമിനേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ പ്രാധാന്യമുണ്ട്. ദെൻ റോൾ ഓഫ് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. Dependency theorists criticize institutions such as International Monetary Fund IMF-നെ, അതുപോലെ വേൾഡ് ബാങ്കിന്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനൊക്കെ ഈ ഡിപ്പെൻഡൻസി തിയറിസ്റ്റ് ക്രിറ്റിസൈസ് ചെയ്യുകയാണ്. അക്കോർഡിംഗ് ടു അവരുടെ അഭിപ്രായത്തിൽ ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇമ്പോസ് എക്കണോമിക് പോളിസീസ് ഫേവറിങ് ഡെവലപ്ഡ് നേഷൻസ്. ശരിക്കും ഈ പറഞ്ഞ IMF ആയാലും വേൾഡ് ബാങ്ക് ആയാലും WTO ആയാലും ഒരു എക്കണോമിക് പോളിസീസൊക്കെ എപ്പോഴും ഡെവലപ്ഡ് നേഷനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള എക്കണോമിക് പോളിസീസ് ആയിരിക്കും. ലോൺ കണ്ടീഷൻസ് ഓഫൺ ഇൻക്രീസ് ഡിപ്പെൻഡൻസി. അപ്പോൾ ലോൺ കണ്ടീഷൻസ് എന്ത് ചെയ്യും? ഡിപ്പെൻഡൻസിയെ ഇൻക്രീസ് ചെയ്യും. ടൈപ്സ് ഓഫ് ഡിപ്പെൻഡൻസി. കൊളോണിയൽ ഡിപ്പെൻഡൻസി ഒന്നാമത്തത്. എക്കണോമിക് സ്ട്രക്ചർ ക്രിയേറ്റഡ് ഡ്യൂറിങ് കൊളോണിയൽ റോൾ. എക്സാമ്പിൾ കോളനീസ് എക്സ്പോർട്ടഡ് റോ മെറ്റീരിയൽസ് ആൻഡ് ഇമ്പോർട്ടഡ് ഫിനിഷ്ഡ് ഗുഡ്സ്. അല്ലേ, അപ്പോൾ കോളനീസിൽ നിന്നാണ് അവർ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതും അതുപോലെ തന്നെ ആ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുള്ള ഫിനിഷ്ഡ് ഗുഡ്സ് ഇറക്കുമതി ചെയ്ത് വിറ്റിരുന്നതും ഇവിടെ തന്നെയാണ്. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻഡസ്ട്രിയൽ ഡിപ്പെൻഡൻസിയാണ് ഒന്നാമത്തത് കൊളോണിയൽ ഡിപ്പെൻഡൻസിയാണ്. രണ്ടാമത്തത് ഫിനാൻഷ്യൽ ഇൻഡസ്ട്രിയൽ ഡിപ്പെൻഡൻസിയാണ്. ഡിപ്പെൻഡൻസി ഓൺ ഫോറിൻ ക്യാപിറ്റൽ, ടെക്നോളജി ആൻഡ് ഇൻഡസ്ട്രി. മൂന്നാമത്തത് ടെക്നോളജിക്കൽ ഡിപ്പെൻഡൻസിയാണ്. ഡെവലപ്പിംഗ് കൺട്രീസ് റിലൈ ഓൺ ടെക്നോളജി ഫ്രം ഡെവലപ്ഡ് കൺട്രീസ്. ഓക്കെ, അതൊന്നും ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. പോളിസി സൊല്യൂഷൻ സജസ്റ്റഡ് ബൈ ഡിപ്പെൻഡൻസി തിയറി. ഡിപ്പെൻഡൻസി തിയറിസ്റ്റ് suggested several strategies like import substitution industrialization. അതായത് പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ഡൊമസ്റ്റിക്കലി ഇൻസ്റ്റെഡ് ഓഫ് ഇമ്പോർട്ടിങ്. അല്ലേ, ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മൾ തന്നെ പ്രാദേശികമായിട്ട് ലഭിക്കുന്ന നമ്മുടെ ഗുഡ്സ് ഉപയോഗിച്ച് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ റെഡ്യൂസ് ഫോറിൻ കൺട്രോൾ. നാഷണലൈസ് ഇൻഡസ്ട്രീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. Then regional economic cooperation among developing countries. Then self-reliance, reduce dependence on developed countries. Criticism of dependency theory. ഒന്നാമത്തെ ടു പെസിമിസ്റ്റിക് ആണ്. Suggests developing countries cannot develop within the global system.
അല്ലേ? അപ്പോൾ ഇഗ്നോർസ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? കറപ്ഷൻ, പുവർ ഗവേണൻസ് ആൻഡ് ഡൊമസ്റ്റിക് പോളിസീസ് ഓൾസോ അഫക്റ്റ് ഡെവലപ്മെൻറ്റ്. മൂന്നാമത്തെ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ന്യൂലി ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസ് കോൺട്രാഡിക്റ്റ് ഇറ്റ്. ദെൻ ഗ്ലോബലൈസേഷൻ ചേഞ്ചസ് എക്കണോമിക് റിലേഷൻസ്. അപ്പോൾ 4 ക്രിറ്റിസിസം ഓർത്തിരിക്കുക. സിഗ്നിഫിക്കൻസ് ഓഫ് ഡിപ്പെൻഡൻസി തിയറി. ഇറ്റ് എക്സ്പ്ലെയിൻസ് ഗ്ലോബൽ ഇൻഇക്വാലിറ്റി. രണ്ടാമത്തത് ഇറ്റ് ഹൈലൈറ്റ്സ് ഹിസ്റ്റോറിക്കൽ എക്സ്പ്ലോയിറ്റേഷൻ ത്രൂ കൊളോണിയലിസം. ദെൻ ഇറ്റ് ഇൻഫ്ലുവൻസ് ഡെവലപ്മെൻറ്റ് പോളിസീസ് ഇൻ മെനി കൺട്രീസ്. നാലാമത്തത് ഇറ്റ് കോൺട്രിബ്യൂട്ടഡ് ടു ദി ഡെവലപ്മെൻറ്റ് ഓഫ് വേൾഡ് സിസ്റ്റം തിയറി. അപ്പോൾ നമ്മൾ ഡിപ്പെൻഡൻസി തിയറി കഴിഞ്ഞു. മാക്സിമം നോട്ട്സ് എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.